പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. പോയില്ലേ, അതിന്റെ എഫക്ട് എല്ലാം പോയില്ലേ. ഞെട്ടിക്കേക്കേണ്ട കാര്യങ്ങൾ ഞെട്ടി തന്നെ കേൾക്കണം. അതാ അതിന്റെ ഒരു സുഖം. ആണല്ലോ. ഞങ്ങളിപ്പോ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ച് തുടങ്ങിയതാണോ പ്രശ്നം? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചതാ. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത്? അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. എന്റെ പൊന്ന് സാർ, നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം, അല്ലെങ്കിൽ പോലീസ്. അമ്മച്ചിക്ക് ഇത്രയും കാലം ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ കുശുമ്പാണോ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അവന്റെ അടുത്ത് പറയട്ടെ വണ്ടി എടുക്കാം. അവരോട് പറയണ്ട, ഞാൻ കയറിയിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് സൈഡ് സീറ്റ് വേണേ. ഇത് വണ്ടി എടുത്തോ. വിട്ടോ വിട്ടോ. അയ്യോ ഞാൻ കയറിയില്ല. നീ ആട്ടോ വിളിച്ചു. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം പറഞ്ഞപ്പോ നിന്നെപ്പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്ന അല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷല്ല. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അയ്യോ, ഇനിയിപ്പോ അയ്യോ പത്തൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇനി നിന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ഞാനെന്നല്ല ഒരു മനുഷ്യനും സാധ്യമല്ല. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.